വെൽക്കം ടു അനിതാസ് കുക്കിംഗ്. അതെ, നമുക്കിന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രത്തിൽ ഒരു ചെറിയ ബൗൾ പപ്പായ എടുത്തു. അതിലേക്ക് ആ ബൗളിൻ്റെ അളവ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾ, ഒരു 2 തണ്ട് കറിവേപ്പില, എരിവുള്ള ഒരു പച്ചമുളക് കീറിയും ചേർത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേകട്ടെ. നല്ലതായിട്ട് വേവണം. വെള്ളം തീരെ ഇല്ലാതെ വേണം വേവിച്ച് പറ്റിച്ചെടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് അതിൽ ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. നമ്മൾ ഈ അരപ്പ് ചേർക്കുമ്പോൾ അരപ്പരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ നല്ല ഒരു മീഡിയം പുളിയുള്ള ഒരു അരക്കപ്പ് തൈര് ചേർത്താണ് ആദ്യം അരയ്ക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തു, ഒരു പച്ചമുളക് ചേർത്തു, 2 ചെറിയ ഉള്ളി ചേർത്തു, ഒരു നുള്ളു മഞ്ഞൾ ചേർത്തു, പിന്നെ ജീരകം ചേർത്തു. ജീരകം ചേർക്കുന്നതിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചേർക്കാം. ചില ആൾക്കാർക്ക് പുളിശ്ശേരിയിൽ നല്ലപോലെ ജീരകം ഉള്ളതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് മീഡിയമായിട്ട് ജീരകം ചേർക്കുന്ന ഇഷ്ടം. ഞാനിവിടെ 5-6 ജീരകം ചേർത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്ത് നന്നായിട്ട് അരപ്പിൻ്റെ കൂട്ടത്തിലെ ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരച്ച ശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വെന്ത 2-3 കഷ്ണം പപ്പായയും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. പപ്പായ ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തയ്യാറാക്കുന്ന അരപ്പിന് ഒരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, ഒരു പ്രത്യേക സ്വാദ് കിട്ടുകയും ചെയ്യും. ശേഷം ബാക്കിയിരിക്കുന്ന 1 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് നമുക്ക് ഈ വെന്ത പപ്പായ, വെള്ളം പറ്റി വെന്ത പപ്പായയിലേക്ക് നമുക്ക് ചേർക്കാം. അരപ്പ് ഞാൻ ചേർത്തായിരുന്നു, ചേർക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അരപ്പ് ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ആ പാത്രത്തിൻ്റെ മേളിൽ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ മതി, നമുക്കൊരു ചൂടായെങ്കിൽ നമുക്കറിയാൻ പറ്റും. കയ്യിലോട്ട് ചൂട് തട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കാനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കാം. സ്റ്റൗ ഓണാക്കി ചൂടായ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 5-6 ഉലുവയും ചേർത്ത് പൊട്ടി വരുമ്പോഴത്തേന് ഒരു 2 വറ്റൽമുളക് അതിൻ്റെ അകത്തോട്ട് പീസാക്കി ചേർക്കാം. താളിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മളൊരു മീഡിയം തീയിലിട്ടാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വറ്റൽമുളകിൻ്റെ നിറം അല്ലാതെ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം തീയിലായിട്ട് ഇടാനായിട്ട് പറയുന്നത്. 2 വറ്റൽമുളക് ചേർത്ത് വഴറ്റിയെടുത്തു. ശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ചേർക്കാം. കറിവേപ്പില ചേർത്ത് വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിറം മാറാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം വഴറ്റാൻ. ആ സമയമാകുമ്പോൾ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിരിക്കും.
അതാണ് അതിൻ്റെ പാകം. മൂത്ത് പോയാൽ കറിയുടെ താളിപ്പ് മൂത്ത് പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് നമ്മൾ താളിപ്പ് ഉണ്ടാക്കുക. എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കാം. താളിപ്പ് കറിയിലോട്ട് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മൂടി 1 മിനിറ്റ് നേരം വെക്കുക. അതിന് ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഉലുവയുടെയും എല്ലാം ടേസ്റ്റ് ആ കറിയിലേക്ക് ഒന്ന് ഇൻഫ്യൂസ് ആകാനായിട്ട് നമ്മളത് മൂടി വെക്കുന്നത്. 1 മിനിറ്റ് തുടങ്ങി ഒരു 5 മിനിറ്റ് വരെ നമുക്കത് മൂടി വെക്കാം. ഇതെല്ലാം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കി. എല്ലാം കറക്റ്റാണ്. ആദ്യം ചേർത്ത ഉപ്പ് അത് കറക്റ്റായിരുന്നു. അതിനുശേഷം വീണ്ടും ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കറക്റ്റായിരുന്നു. ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്കത് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.